ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ MMV ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നൊരു പോസ്റ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ അതായത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 359/2025 ട്രെയിനിങ് ഇൻസ്ട്രക്ടർ MMVയുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 23/10/2025 തൊട്ട് 11/11/2025 വരെയുമാണ് സമയമുള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കുക. ഇനി ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 31/1/2026 അതായത് അടുത്ത വർഷം ജാനുവരി 31 ഈ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 90 ദിവസത്തിനകത്ത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു എക്സാമിലേക്കുള്ള സമയം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ സിലബസും ഇപ്പോൾ റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സിലബസ് ഓരോന്നായിട്ട് നോക്കാം. അതായത് 10 മൊഡ്യൂളിലാണ് സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മെയിൻലി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഒക്കെയാണ്. അതുപോലെ തന്നെ മെഷറിംഗ് മാർക്കിംഗ് ടൂൾസ്, വർക്ക്ഷോപ്പ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, കുറേ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പറയുന്നത്. അതിന് 10 മാർക്സാണ് വെയിറ്റേജ് വരുന്നത്. മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രിസിറ്റി, AC ആൻഡ് DC ജനറേറ്റർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അക്സസറീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റെനൻസ്, ട്രബിൾ ഷൂട്ടിങ്, ഓൾട്ടർനേറ്റർ, സ്റ്റാർട്ടിംഗ് മോട്ടർ, ബാറ്ററി, അങ്ങനെ വരുന്ന ഓട്ടോ ഇലക്ട്രിക്കൽ പാർട്സ്, അതിനെക്കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂൾ 2 പറയുന്നത്. അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്സാണ്. അടുത്തതെന്ന് പറയുന്നത് മൊഡ്യൂൾ 3 ആണ്. ഇതിൽ പറയുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് IC എഞ്ചിന്, അതുപോലെ തന്നെ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഫയറിംഗ് ഓർഡർ, വാൽവ് ടൈമിംഗ് ഡയഗ്രാം, പ്യൂർലി ഒരു എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ആ ഒരു വണ്ടിയുടെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്സാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 പറയുന്നത് എഞ്ചിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, ടൈപ്സ്, കമ്പോണൻസ്, അതുമായി ബന്ധപ്പെട്ട മെയിൻ്റെനൻസ്, ട്രബിൾ ഷൂട്ടിങ്, എന്തെങ്കിലും സ്പെഷ്യൽ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടോ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ഒരു മൊഡ്യൂളിനും വെയിറ്റേജ് 10 മാർക്സാണ് പറയുന്നത്. ഇനി മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ബേസിക്കലി വണ്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പറയുന്നത്. വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റവും ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്സാണ്. അടുത്തതെന്ന് പറയുന്നത് മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 പറയുന്നത് ഫ്യൂൽ സിസ്റ്റമാണ്, വണ്ടിയുടെ വരുന്ന ഫ്യൂൽ സിസ്റ്റം. അത് പെട്രോളുണ്ട്, ഡീസലുണ്ട്, പിന്നെ പല മോഡേൺ ഫ്യൂൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് MBFI, CRDI, EFI, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇൻടേക്ക് എക്സോസ്റ്റ് സിസ്റ്റം പറയുന്നുണ്ട്. പിന്നെ എമിഷൻ കൺട്രോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. EGF, DPF, SCR, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനും വെയിറ്റേജ് ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ 10 മാർക്സാണ് പറയുന്നത്. ഇനി മൊഡ്യൂൾ 7 എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ക്ലച്ച് അല്ലെങ്കിൽ ഗിയർ ബോക്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് തന്നെ ഗിയർ ബോക്സിൻ്റെ പല ടൈപ്സും, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റംസും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്, മെയിൻ്റെനൻസ്, ഇതിൻ്റെ വെയിറ്റേജ് 10 മാർക്സാണ്. മൊഡ്യൂൾ 8 എന്ന് പറയുന്നത് സസ്പെൻഷൻ സിസ്റ്റമാണ്, വണ്ടിയുടെ സസ്പെൻഷൻ സിസ്റ്റവും ആ സസ്പെൻഷൻ സിസ്റ്റത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വീൽസ്, ടയേഴ്സ്, അതിനെക്കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂൾ പറയുന്നത്. മൊഡ്യൂൾ 8 വെയിറ്റേജ് 10 മാർക്സ് തന്നെയാണ്. ഇനി അടുത്ത മൊഡ്യൂൾ 9 ആണ്. നമുക്ക് വെഹിക്കിളിനെ കൺട്രോൾ ചെയ്യേണ്ട സിസ്റ്റംസാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. സ്റ്റിയറിംഗ് സിസ്റ്റമാണ്, അതുപോലെ തന്നെ വണ്ടിയുടെ ആക്സിൽസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഡെഡ് ആക്സിൽ, ഡ്രൈവ് ആക്സിൽ, അങ്ങനെയൊക്കെയുള്ള ആക്സിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ അതിൻ്റെ എല്ലാ ഓവറോൾ ട്രബിൾ ഷൂട്ടിംഗ്, മെയിൻ്റെനൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെയും കൊടുത്തിട്ടുള്ള വെയിറ്റേജ് 10 മാർക്സാണ്. ലാസ്റ്റിൽ മൊഡ്യൂൾ 10 ഈ മോഷനെ കൺട്രോൾ ചെയ്യാൻ, വണ്ടിയുടെ ഫുൾ മോഷനെ കൺട്രോൾ ചെയ്യുന്ന ബ്രേക്കിംഗ് സിസ്റ്റമാണ് അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ അതിന് വണ്ടിക്കകത്ത് വരുന്ന HPSC, അതായത് AC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റേജ് പറയുന്നത് 10 മാർക്സാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്സിലാണ് നമുക്ക് ഈ ഒരു സിലബസ് വരുന്നത്, എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എക്സാമിന് വന്ന അതേ സെയിം സിലബസാണ്. അന്ന് ഈ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ
അവരിപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അന്ന് പഠിച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഓൾറെഡി ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അന്ന് ആ ഒരു പോസ്റ്റിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കാഞ്ഞതോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കും ഈ ഒരു എക്സാം ഓൾറെഡി പഠിച്ച ഒരു കൺസെപ്റ്റൊക്കെ ഓൾറെഡി ഉള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഫുൾ കണ്ടൻറ്റ് നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ബാച്ച് നമ്മളുടനെ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൽ ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊടുക്കുന്നതാണ്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അതുപോലെ തന്നെ മോക്ക് ഓർ മോഡൽ ടെസ്റ്റുകൾ, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്മളൊരു ഫോം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ നമ്മൾ കൊടുത്തിട്ടുള്ള കോൺടാക്ട്സിൽ വിളിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വെബിനാർ നമ്മൾ എത്രയും വേഗം തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതും ജോയിൻ ചെയ്യാൻ താല്പര്യം, അതൊരു ഫ്രീ വെബിനാറാണ്. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.